ചില മുഖങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വരാൻ പോകുന്നതൊരു ഒന്നൊന്നര യുദ്ധമാണ്. അതെ, ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ആ മഹാമാമാങ്കത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കാനഡയിലെയും മെക്സിക്കോയിലെയും അമേരിക്കയിലെയും പുൽമൈതാനങ്ങളിൽ ഇത്തവണ ചരിത്രത്തിലാദ്യമായി 48 രാജ്യങ്ങൾ പോരാടാനിറങ്ങുമ്പോൾ യുദ്ധഭൂമിയിലേക്ക് പട നയിക്കുന്ന ആ ക്യാപ്റ്റന്മാരാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിഹാസങ്ങളുടെ അവസാന അംഗവും യുവരക്തങ്ങളുടെ ചോരത്തിളപ്പും ഒന്നിക്കുന്ന 2026 ലോകകപ്പിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ പ്രതീക്ഷയും ചുമലിലേറ്റി സിംഹാസനത്തിനായി ചോര ചിന്താനിറങ്ങുന്ന പ്രമുഖ രാജ്യങ്ങളും അവരുടെ ക്യാപ്റ്റന്മാരെയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫുട്ബോൾ പ്രേമികൾക്ക് നെഞ്ചേറ്റാൻ പറ്റിയ ഒരു കിടിലൻ ലിസ്റ്റ് ഇതാ. ദ പോപ്കോൺ എംപയറിലേക്ക് സ്വാഗതം. നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം. ലിസ്റ്റിലെ ഒന്നാമൻ, ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ സർവകാല ഇതിഹാസം, സാക്ഷാൽ ലയണൽ ആൻഡ്രേസ് മെസ്സി. ഖത്തറിന്റെ മണ്ണിൽ ലോക കിരീടം നെഞ്ചോട് ചേർത്ത് ലോകം കീഴടക്കിയ ഈ മാന്ത്രികൻ തന്റെ 38-ാം വയസ്സിലും അർജന്റീനയുടെ ആൽബിസെലസ്റ്റ പടയെ നയിക്കാൻ വീണ്ടും എത്തുകയാണ്. കരിയറിലെ തന്റെ 6ാമത്തെ ലോകകപ്പാണിത്. മൈതാനത്ത് കളിമെനയാനും കളം നിറയാനും മെസ്സിയോളം പോന്ന മറ്റൊരു രാജാവ് ഇന്നും ഈ ഭൂമിയിലില്ല. കിരീടം നിലനിർത്താൻ മെസ്സിയും കൂട്ടരും അമേരിക്കൻ മണ്ണിൽ പന്തുരുട്ടുമ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് മറ്റൊരു മാന്ത്രിക പ്രകടനത്തിലാണ്. ചരിത്രത്തിലേക്ക് ഇനിയൊരു സ്വർണ്ണ പതിപ്പ് കൂടി എഴുതി ചേർക്കാൻ ഈ കറ്റാലൻ സിംഹം ബൂട്ട് കെട്ടുമ്പോൾ ശത്രുക്കൾ പോലും ആ കാലുകളിലേക്ക് നോക്കി ആരാധനയോട് നിന്നു പോകും. അതാണ് ലയണൽ മെസ്സി. അവനുണ്ടെങ്കിൽ അവിടെ മറുപടിയുമായി ഇയാളുമുണ്ടാകും. ലോക ഫുട്ബോളിലെ റെക്കോർഡുകളെല്ലാം തൻ്റെ ബൂട്ടിനടിയിലാക്കിയ ഒരേയൊരു ദ ഗോൾ മെഷീൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് ലോകത്തിനു മുന്നിൽ വീണ്ടും വീണ്ടും തെളിയിച്ച് തൻ്റെ 41-ാം വയസ്സിലും പോർച്ചുഗലിൻ്റെ നായകനായി CR7 വരികയാണ്. കരിയറിലെ 6ാമത്തെ ലോകകപ്പിൽ ഇതുവരെ സ്വന്തമാക്കാൻ കഴിയാത്ത ആ ഏക സിംഹാസനം. അതെ, ലോകകപ്പ് കിരീടമെന്ന തൻ്റെ ആത്യന്തിക സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ റൊണാൾഡോയുടെ ഈ അവസാന പോരാട്ടത്തിന് കാത്തിരിക്കാം. ബോക്സിനുള്ളിൽ ഇരച്ചു കയറുന്ന കാറ്റുപോലെ വന്ന് എതിരാളികളുടെ വല തുളയ്ക്കുന്ന ആ സിഗ്നേച്ചർ ഗോളുകളും സ്റ്റേഡിയം കുലുങ്ങുന്ന സിരപ്പട്ടാളം ഏറ്റുവിളിക്കുന്ന സിയു സെലിബ്രേഷനും ഇത്തവണയും നമുക്ക് കാണാം. യൂറോപ്പിലെ വൻതോക്കുകളായ ഫ്രാൻസിന്റെ പട നയിക്കാൻ വരുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. തൻ്റെ 27-ാം വയസ്സിൽ കരിയറിന്റെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന എംബാപ്പെ കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ ആ സ്വർണ്ണ കിരീടനിലെ ബ്ലൂസിന്റെ ഷെൽഫിൽ തിരിച്ചെത്തിക്കാൻ ഇത്തവണ കച്ചമുറുക്കി കഴിഞ്ഞു. തന്റെ അസാധ്യമായ വേഗതയും ഡിഫൻഡർമാരെ കാറ്റിൽ പറത്തുന്ന ഡ്രിബ്ലിംഗ് ഏത് വമ്പൻ പന്തുമായി വിങ്ങുകളിലൂടെ കുതിച്ചു പായാൻ ഇയാൾക്ക് കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഈറ്റിലമായ ഇംഗ്ലണ്ടിനെ നയിക്കുന്നത് പ്രീമിയർ ലീഗിലെയും യൂറോപ്പിലെയും ഏറ്റവും കില്ലർ സ്ട്രൈക്കർമാരിൽ ഒരാളായ ഹാരി കെയ്നാണ്. തന്റെ 32-ാം വയസ്സിൽ കരിയറിലെ ഏറ്റവും മികച്ച അനുഭവസമ്പത്തുമായി എത്തുന്ന ഈ നായകനിലാണ് ഇംഗ്ലണ്ടിന്റെ എല്ലാ തന്ത്രങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പെനാൽറ്റി ബോക്സിൽ പന്ത് കിട്ടിയാൽ അത് വലയിലെത്തിക്കാൻ ഹാരി കെയ്നോളം ക്ലിനിക്കലായ മറ്റൊരു ഫിനിഷർ ഇത്തവണത്തെ ടൂർണമെന്റിൽ ചുരുക്കമാണ്. ഇംഗ്ലണ്ടിനെ ഒരു ചരിത്ര വിജയത്തിലേക്ക് നയിക്കാൻ കെയ്ൻ തയ്യാറായി കഴിഞ്ഞു. കളിയിലുടനീളം ടീമിനെ ഒത്തിണക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർണായക സമയങ്ങളിൽ പെനാൽറ്റികൾ ലക്ഷ്യത്തിലെത്തിക്കാൻ ഹാരി കെയ്ൻ കഴിഞ്ഞയാളുള്ളൂ. യൂറോപ്പിലെ പുതിയ രാജാക്കന്മാരായ സ്പെയിനിന്റെ മധ്യനിര ഭരിക്കാനും പടയെ നയിക്കാനും വരുന്നത് വാലന്തിയോർ ജേതാവ് കൂടിയായ താരം റോദ്രിയാണ്. തന്റെ 29-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന പദവിയോടെയാണ് റോദ്രി ലോകകപ്പിനെത്തുന്നത്. കളി കൃത്യമായി നിയന്ത്രിക്കാനും ടീം പ്രതിസന്ധിയിലാകുമ്പോൾ അപ്രതീക്ഷിത ലോങ് റേഞ്ചറുകളിലൂടെ ഗോളുകൾ നേടി ഹീറോ ആകാനും റോദ്രിക്കുള്ള കഴിവ് ലോകപ്രശസ്തമാണ്. സ്പാനിഷ് പടയുടെ യഥാർത്ഥ എൻജിൻ ഇത്തവണയും ഈ നായകൻ തന്നെയാണ്. എതിരാളികളുടെ പാസുകളെ മധ്യനിരയിൽ വെച്ച് തന്നെ മുറിച്ചു മാറ്റി കളി തങ്ങളുടെ വരുതിയിലാക്കുന്നതിൽ റോദ്രിയെ വെല്ലാൻ ഇന്ന് ഫുട്ബോൾ ലോകത്ത് വേറെ ആരുമില്ല.
നഷ്ടപ്പെട്ട തങ്ങളുടെ പഴയ പ്രതാപവും വാല്യൂവും പുൽമൈതാനങ്ങളിൽ തിരിച്ചെത്തിക്കാൻ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ നയിക്കുന്നത് അവരുടെ മിഡ്ഫീൽഡ് ജനറൽ ജോഷ്വ കിമ്മിച്ചാണ്. തന്റെ 31-ാം വയസ്സിൽ ജർമ്മനിയുടെ ആത്മവിശ്വാസമായി മാറുന്ന കിമ്മിച്ച് എതിരാളികളുടെ മുന്നേറ്റങ്ങളുടെ മൂർച്ച കൂട്ടുന്ന പാസുകളെ കൃത്യമായ ടാഗ്ലിങ്ങുകളിലൂടെ തടയാൻ കെൽപ്പുള്ളവനാണ്. ജർമ്മൻ നിരയെ ഒരുപോലെ ആക്രമിച്ച് കളിപ്പിക്കാൻ കിമ്മിച്ചിന്റെ കളിശൈലിക്ക് കഴിയും. വിട്ടുകൊടുക്കാത്ത ജർമ്മൻ പോരാട്ട വീര്യം സ്വന്തം രക്തത്തിൽ ആവാഹിച്ച ഈ നായകന്റെ തന്ത്രപരമായ നീക്കങ്ങളിലാണ് ഇത്തവണ ജർമ്മനിയുടെ ലോകകപ്പ് പ്രതീക്ഷകൾ മുഴുവൻ നിലനിൽക്കുന്നത്. ഡച്ച് പടയുടെ പ്രതിരോധ കോട്ട കാക്കാനും അവരെ മുൻപോട്ട് നയിക്കാനും വരുന്നത് യൂറോപ്പിലെ ഏറ്റവും കരുത്തനായ വൻമതിൽ വെർജിൽ വാൻ ഡൈക്കാണ്. തന്റെ 34-ാം വയസ്സിൽ കടുത്ത ലീഡർഷിപ്പ് ക്വാളിറ്റിയോടെ ടീമിനെ നയിക്കുന്ന വാൻ ഡൈക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിരയെ മറികടക്കുക എന്നത് ഇത്തവണ ലോകകപ്പിലെ ഏതൊരു സൂപ്പർ സ്ട്രൈക്കർക്കും കടുത്ത വെല്ലുവിളിയായിരിക്കും. കളിയിലെ അദ്ദേഹത്തിന്റെ അഗ്രസീവ് ലുക്കും അനുഭവ സമ്പത്തും നെതർലാൻഡ്സിന് വലിയ കരുത്താണ്. വായുവിലൂടെ വരുന്ന പന്തുകളെ ഹെഡറുകളിലൂടെ തട്ടിയകറ്റാനും ഒറ്റയ്ക്കൊരു പ്രതിരോധ കോട്ട കെട്ടി ടീമിനെ കാക്കാനും വാൻ ഡൈക്ക് ഉള്ളപ്പോൾ ഡച്ച് ആരാധകർക്ക് മറ്റൊന്നും പേടിക്കാനില്ല. തന്റെ കരിയറിലെ അവസാന ലോകകപ്പ് പോരാട്ടത്തിനായി ക്രൊയേഷ്യൻ മാന്ത്രികൻ ലൂക്ക മോഡ്രിച്ചും ഇത്തവണ റെഡിയാണ്. തന്റെ 40-ാം വയസ്സിലും തളരാത്ത പോരാട്ട വീര്യവുമായി മധ്യനിരയിൽ പന്തുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കളി തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാനും മോഡ്രിച്ചിന്റെ അനുഭവ സമ്പത്തിന് കഴിയും. കഴിഞ്ഞ തവണകളിലെ കറുത്ത കുതിരകളായ ക്രൊയേഷ്യയെ മറ്റൊരു അത്ഭുതത്തിലേക്ക് നയിക്കാൻ മോഡ്രിച്ച് വീണ്ടും ബൂട്ടുകെട്ടുന്നു. ആ കാലുകളിൽ നിന്ന് പിറവിയെടുക്കുന്ന ഓരോ ഔട്ട്സെറ്റ് പാസുകളും എതിരാളികളുടെ നെഞ്ചകം പിളർക്കുന്നവയാണ്. ഫുട്ബോൾ ലോകത്തെ ഈ ശാന്തനായ മാന്ത്രികന്റെ അവസാന ലോകകപ്പ് ഡാൻസ് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കാനറികൾ തങ്ങളുടെ 6-ാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ടാണ് വരുന്നത്. തങ്ങളുടെ പ്രതിരോധ കോട്ടയിലെ ഏറ്റവും വിശ്വസ്തനായ 32 വയസ്സുകാരൻ മാർക്വിഞ്ഞോസ് ആണ് ഇത്തവണ ബ്രസീൽ പടയെ നയിക്കുന്നത്. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ തുടങ്ങിയ വമ്പൻ യുവനിരയെ മുൻനിർത്തി ബ്രസീൽ ഇത്തവണ വിസ്മയം തീർക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന് ടീമിനെ മുന്നോട്ട് നയിക്കാൻ മാർക്വിഞ്ഞോസിന് സാധിക്കുമെന്നുറപ്പാണ്. കളിക്കളത്തിലെ കടുത്ത സമ്മർദ്ദ ഘട്ടങ്ങളെപ്പോലും ശാന്തമായി നേരിടാനും ടീമിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കാനും ഇദ്ദേഹത്തിനുള്ള കഴിവ് ബ്രസീലിന് വലിയ ഊർജ്ജമാകും. കടുത്ത പോരാട്ട വീര്യവും തനി ലാറ്റിൻ അമേരിക്കൻ അഗ്രസീവ് കളിശൈലിയുമായി വരുന്ന കരുത്തരായ ഉറുഗ്വേയുടെ നായകൻ അവരുടെ വിശ്വസ്ത പ്രതിരോധ താരം ജോസെ മരിയ ഗിമെനസ് ആണ്. തന്റെ 31-ാം വയസ്സിൽ മികച്ച ഫോമിൽ നിൽക്കുന്ന ഗിമെനസിന്റെ കീഴിലിറങ്ങുന്ന ഉറുഗ്വേ ഏത് വമ്പന്മാരെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ളവരാണ്. ഒരിഞ്ച് വിട്ടുകൊടുക്കാത്ത ടാഗ്ലിങ്ങുകളും കളിയിലെ അഗ്രസീവ് സ്വഭാവവും കൊണ്ട് എതിർ സ്ട്രൈക്കർമാരുടെ ഉറക്കം കെടുത്താൻ ഗിമെനസിന് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഇത്തവണ ഉറുഗ്വേ കറുത്ത കുതിരകളാകാൻ നയിക്കുന്നത് ഈ യുദ്ധവീരനാണ്. സ്വന്തം നാട്ടിലെ കാണികൾക്ക് മുന്നിൽ കളിക്കാൻ ഇറങ്ങുന്ന ആതിഥേയ രാജ്യങ്ങളിൽ പ്രധാനികളായ USA പടയെ നയിക്കാൻ ക്യാപ്റ്റൻ അമേരിക്ക എന്ന ആരാധകർ വിളിക്കുന്ന 27 വയസ്സുകാരൻ ക്രിസ്റ്റ്യൻ പുലിസിച്ചെത്തും. വിങ്ങുകളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ അസാധ്യ മുന്നേറ്റങ്ങളും കളി മെനയാനുള്ള കഴിവും സ്വന്തം മണ്ണിൽ അമേരിക്കയ്ക്ക് വലിയ മേൽക്കൈ നൽകുമെന്നുറപ്പാണ്. ചെൽസിയിലും മിലാനിലും കളിച്ചു തെളിഞ്ഞ അനുഭവ സമ്പത്തുമായി പുലിസിച്ച് നയിക്കുമ്പോൾ ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം മുതലാക്കി അമേരിക്ക ഇത്തവണ ചരിത്ര മുന്നേറ്റം നടത്തുമെന്നാണ് അമേരിക്കൻ ആരാധകരുടെ കടുത്ത പ്രതീക്ഷ. കാനഡയുടെ ചരിത്ര മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വിംഗ് ബാക്കുകളിൽ ഒരാളായ അവരുടെ സൂപ്പർ താരം ആൽഫോൺസോ ഡേവിസ് ആണ്. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവ നായകന്റെ അസാധ്യമായ വേഗതയും കൗണ്ടർ അറ്റാക്കുകളും ഇത്തവണത്തെ ലോകകപ്പിലെ വലിയ കാഴ്ചകളിലൊന്നായിരിക്കും. ഇടത് വിങ്ങിലൂടെ ഒരു എക്സ്പ്രസ് ട്രെയിൻ പോലെ പാഞ്ഞു പോകുന്ന ഡേവിസിനെ പൂട്ടാൻ ഇത്തവണ ലോകകപ്പിലെ പല വമ്പൻ ഡിഫൻഡർമാരും വിയർക്കും. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ കാനഡയുടെ വിസ്മയ കുതിപ്പിന് ഇയാൾ തന്നെയാണ് താരം. മറക്കാനാവാത്ത ലോകകപ്പ് ചരിത്രവും കടുത്ത ആരാധക പിന്തുണയുമുള്ള മെക്സിക്കോയെ ഇത്തവണ നയിക്കുന്നത് അവരുടെ കരുത്തനായ മിഡ്ഫീൽഡർ എഡ്സൺ അൽവാരസ് ആണ്. തന്റെ 28-ാം വയസ്സിൽ കരിയറിന്റെ നല്ലൊരു സമയത്ത് നിൽക്കുന്ന അൽവാരസിന്റെ ലീഡർഷിപ്പ്
മെക്സിക്കൻ പടയ്ക്ക് മൈതാനത്ത് വലിയ ഊർജ്ജം നൽകും. അൽവാരസിന്റെ ടാക്ടിക്സ് നീക്കങ്ങളും മധ്യനിരയിലെ തളരാത്ത പോരാട്ടവും മെക്സിക്കോയെ ഇത്തവണ ഗ്രൂപ്പ് ഘട്ടങ്ങൾ കടന്ന് വലിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് മെക്സിക്കൻ ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നത്. ഏഷ്യയിൽ നിന്നുള്ള പ്രധാന വെല്ലുവിളി സൗത്ത് കൊറിയയിൽ നിന്നാണ്. ടോട്ടനത്തിന്റെ സൂപ്പർ താരം സൺ ഹേങ്മിൻ ആണ് കൊറിയൻ പടയുടെ നായകൻ. തന്റെ 33-ാം വയസ്സിൽ അനുഭവ സമ്പത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഏഷ്യയിലെ ഏറ്റവും മികച്ച കളിക്കാരനായ സണ്ണിന്റെ സാന്നിധ്യം കൊറിയയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. വിങ്ങുകളിൽ നിന്ന് ലോങ് റേഞ്ചറുകളിലൂടെയും തകർപ്പൻ ഫിനിഷിങ്ങുകളിലൂടെയും ഗോൾ അടിക്കാനുള്ള സണ്ണിന്റെ മികവ് ലോക പ്രശസ്തമാണ്. ഏഷ്യൻ കരുത്തിന്റെ യഥാർത്ഥ അടയാളമായി സൺ ഇത്തവണ ലോകവേദിയിൽ തിളങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അച്ചടക്കമുള്ള കളിശൈലിയിലൂടെ വമ്പന്മാരെ ഞെട്ടിക്കാൻ പോകുന്ന ജപ്പാനെ ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് താരം വതാരു എൻഡോ നയിക്കും. തന്റെ 33-ാം വയസ്സിൽ കളി നിയന്ത്രിക്കാനും പ്രതിരോധം ശക്തമാക്കാനും എൻഡോയ്ക്കുള്ള കഴിവ് ജപ്പാന്റെ വലിയ കരുത്താണ്. പ്രീമിയർ ലീഗിലെ കടുത്ത മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള എൻഡോ മധ്യനിരയിൽ കളി മെനയുമ്പോൾ ജപ്പാൻ ഇത്തവണയും വമ്പൻ അട്ടിമറികൾക്ക് തിരികൊളുത്താൻ സാധ്യതയുണ്ട്. കളം നിറഞ്ഞ് കളിച്ച് ടീമിനെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ പോരാളിയാണ് വതാരു എൻഡോ. കഴിഞ്ഞ ലോകകപ്പിലെ കറുത്ത കുതിരകളായ ആഫ്രിക്കൻ സിംഹങ്ങൾ മൊറോക്കോയെ ഇത്തവണ നയിക്കുന്നത് PSG-യുടെ സൂപ്പർ റൈറ്റ് ബാക്ക് അഷ്റഫ് ഹക്കീമിയാണ്. തന്റെ 27-ാം വയസ്സിൽ ലോകത്തിലെ മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായി വളർന്ന ഹക്കീമിയുടെ വേഗതയും കൃത്യതയാർന്ന ക്രോസുകളും മൊറോക്കോയെ മറ്റൊരു ചരിത്ര മുന്നേറ്റത്തിന് സഹായിക്കുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. പ്രതിരോധത്തിനൊപ്പം തന്നെ വിങ്ങുകളിലൂടെ അതിവേഗം ആക്രമിച്ചു കയറാനും ഗോളുകൾക്ക് വഴിയൊരുക്കാനും ഹക്കീമിയോളം പോന്ന റൈറ്റ് ബാക്കുകൾ ഇന്ന് ഫുട്ബോൾ ലോകത്ത് കുറവാണ്. ലിവർപൂളിന്റെ സുൽത്താൻ ഈജിപ്ഷ്യൻ കിങ് മുഹമ്മദ് സലായും തന്റെ രാജ്യത്തെ ലോകകപ്പിലെ വലിയ വേദിയിൽ നയിക്കാൻ ഇത്തവണ കച്ചമുറുക്കിയിറങ്ങുന്നുണ്ട്. തന്റെ 33-ാം വയസ്സിൽ വേഗത കൊണ്ടും മികച്ച ക്ലിനിക്കൽ ഫിനിഷിംഗ് കൊണ്ടും എതിരാളികളെ വിറപ്പിക്കാൻ പോകുന്ന സലായുടെ സാന്നിധ്യം ഈ ടൂർണമെന്റിലെ വലിയൊരു ആകർഷണമാണ്. വലത് വിങ്ങിൽ നിന്ന് പന്തുമായി ബോക്സിലേക്ക് വെട്ടിയൊഴിഞ്ഞ് കയറി ഇയാൾ തൊടുക്കുന്ന ഷോട്ടുകൾ തടയാൻ ലോകത്തിലെ മികച്ച ഗോൾ കീപ്പർമാർ പോലും കഷ്ടപ്പെടും. അതാണ് മുഹമ്മദ് സലായുടെ മാസ്. അതെ സുഹൃത്തുക്കളെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിനാണ് സ്റ്റേഡിയങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇതിഹാസങ്ങളുടെ അവസാന പോരാട്ടവും പുതിയ രാജാക്കന്മാരുടെ കിരീടധാരണവും ഒന്നിച്ച് കാണാൻ പോകുന്ന ഒരു ഒന്നൊന്നര ഫുട്ബോൾ പൂരം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 16 നായകന്മാരിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ആരാണ്? ഇത്തവണ കാനഡയുടെയും മെക്സിക്കോയുടെയും അമേരിക്കയുടെയും മണ്ണിൽ നിന്ന് ആ സ്വർണ്ണക്കപ്പ് ഉയർത്താൻ പോകുന്നത് ഏത് രാജ്യമായിരിക്കും? നിങ്ങളുടെ പ്രവചനങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫുട്ബോൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഫുട്ബോൾ ലോകത്തെ ഇതുപോലുള്ള കിടുക്കാച്ചി വിശേഷങ്ങൾക്കായി ദ പോപ്കോൺ എംപയർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും എത്താം. ബൈ.